2 പതിറ്റാണ്ടുകളായി ഫുട്ബോൾ ലോകം അടക്കി വാഴുന്ന ക്രിസ്ത്യാനോ, മെസ്സി എന്നീ ഇതിഹാസങ്ങളെ ആരാധകർ ഗോട്ട് എന്ന വാക്കിനോട് ഉപമിക്കാറുണ്ട്. ചർച്ചകളിൽ ഇവരുടെ പേര് മാത്രമുള്ളൂ എങ്കിലും ആ വിശേഷണത്തിന് മറ്റു പ്ലെയേഴ്സ് അർഹരല്ല എന്ന് അർത്ഥമില്ല. പെലെ, മറഡോണ തുടങ്ങിയ മഹാരഥന്മാർ ഉണ്ടായിരുന്ന സമയത്തൊന്നും ഇത്തരം വിശേഷണങ്ങൾ ഉണ്ടായിട്ടില്ല. ഇനി അങ്ങോട്ട് ആ പദവിയിലേക്ക് മറ്റൊരു പേര് ചേർക്കപ്പെടുമോ എന്നതും കാലം തന്നെ പറയേണ്ടി വരും. ഏതായാലും ലോകകപ്പ് കഴിഞ്ഞതോടെ ഇത്തരം ചർച്ചകൾ വീണ്ടും ആക്റ്റീവായിട്ടുണ്ട്. അതിൽ മുന്നിൽ കേൾക്കുന്ന പേരാണ് റോഡ്രിയുടേത്. സ്പെയിനിന്റെ ക്യാപ്റ്റൻ റോഡ്രിയെ പോലെ സമീപഭാവിയിൽ തൊട്ടതെല്ലാം പൊന്നാക്കിയ മറ്റൊരു ഫുട്ബോളർ വിരളമാണ്. 2018 വിയാറയലിൽ ക്ലബ് കരിയറും അണ്ടർ-19 ദേശീയ ടീമിൽ 2015 തുടങ്ങിയ ഇന്റർനാഷണൽ കരിയറും എടുത്താൽ നേടാൻ ബാക്കിയുണ്ടായിരുന്ന മേജർ ട്രോഫിയായിരുന്ന വേൾഡ് കപ്പ് കൂടി സ്വന്തമാക്കിയതോടെ അദ്ദേഹത്തിന്റെ ട്രോഫി ഷെൽഫിൽ ഏകദേശം എല്ലാ കോളവും തികഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ക്രിസ്ത്യാനോയും മെസ്സിയും മേൽക്കോയ്മ പുലർത്തിയിരുന്ന വ്യക്തിഗത പുരസ്കാരമായ ബാലൻഡിയോർ 2024 വേൾഡ് കപ്പ് ഗോൾഡൻ ബോൾ ഇപ്പോൾ നടന്ന ടൂർണമെന്റിലും സ്വന്തമാക്കിയ റോഡ്രിയുടെ കരിയറിലെ ആദ്യ മേജർ ട്രോഫി 2015 ഗ്രീസിൽ വെച്ച് നടന്ന യുവേഫ അണ്ടർ-19 ചാമ്പ്യൻഷിപ്പാണ്. 2018 സീനിയർ ടീമിൽ ഇടം നേടിയ ശേഷം ഇതുവരെ 3 മേജർ ട്രോഫികൾ നേടുന്നതിൽ നിർണായക പങ്കും വഹിച്ചിട്ടുണ്ട്. 2022-23 സീസണിൽ യുവേഫ നാഷൻസ് ലീഗും 2024 ഇംഗ്ലണ്ടിനെ 2-1 തോൽപ്പിച്ച് നിലവിലെ യൂറോപ്യൻ ജേതാക്കളായതും ഏറ്റവും ഒടുവിൽ 2026 നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീനയെ തോൽപ്പിച്ച് കിരീടം ചൂടിയതും എല്ലാം അസൂയാവഹമായ നേട്ടങ്ങൾ തന്നെയാണ്. സ്പെയിൻ സീനിയർ ടീമിലേക്ക് ഇടം നേടിയ 2018 തന്നെ ക്ലബ് കരിയറിൽ വിയാറയലിൽ നിന്നും അത്ലറ്റിക്കോ മാഡ്രിഡിലേക്ക് ചേക്കേറിയ റോഡ്രി ആ സീസണിൽ തന്നെ യുവേഫ സൂപ്പർ കപ്പ് സ്വന്തമാക്കി ലോകത്തിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റി. 2019 റോഡ്രിയുടെ കരിയറിലെ ടേണിംഗ് പോയിന്റ്. ഫെർണാണ്ടിനോയ്ക്ക് ഒരു പകരക്കാരനെ തിരഞ്ഞുകൊണ്ടിരുന്ന മാഞ്ചസ്റ്റർ സിറ്റിയുടെ കോച്ച് പെപ് ഗ്വാർഡിയോള തന്റെ അന്വേഷണം അവസാനിപ്പിച്ചത് റോഡ്രിയിലായിരുന്നു. അത്ലറ്റിക്കോയിലെ ആദ്യ സീസണിൽ തന്നെ സിറ്റിയിലേക്ക് സെലക്ട് ആവാൻ റോഡ്രിക്ക് മെറിറ്റ് ആയത് ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർക്ക് ആവശ്യം വേണ്ട അദ്ദേഹത്തിന്റെ പൊക്കവും ഫീൽഡിലെ ടാക്ടിക്സും ഫിസിക്കൽ ഡോമിനൻസുമായിരുന്നു. ബാഴ്സയിൽ പയറ്റി തെളിഞ്ഞ പെപ്പിന്റെ പൊസഷൻ ബേസ്ഡായ ടിക്കി ടാക്കയ്ക്ക് ഏറ്റവും പെർഫെക്റ്റ് മിക്സ് ആയിരുന്നു ഇതെല്ലാം. തുടക്കത്തിൽ പലരും വിമർശിച്ചെങ്കിലും പെപ്പിന് കീഴിൽ ലോകത്തിലെ ഏറ്റവും മികച്ച ഹോൾഡിംഗ് മിഡ്ഫീൽഡ് മാസ്ട്രോ ആയി മാറിയ റോഡ്രിയെ മൈതാനത്ത് വേറിട്ട് നിർത്തുന്നത് എതിർ ടീമിന്റെ ഡിഫൻസ് പൊളിക്കുന്നതിലുള്ള പ്രാവീണ്യവും കളിയുടെ വേഗത നിയന്ത്രിക്കാനുള്ള കഴിവും അസാമാന്യ ഹെഡിംഗ് ഫിനിഷുകളുമാണ്. സിറ്റി ജേഴ്സിയിൽ ട്രിപ്പിൾ നേട്ടം എന്ന അപൂർവതയിലും പങ്കാളിയായ റോഡ്രി 2 കമ്മ്യൂണിറ്റി ഷീൽഡ്, ഒരു ഫിഫ ക്ലബ് വേൾഡ് കപ്പ്, ഒരു യുവേഫ സൂപ്പർ കപ്പ്, 2 EFL കപ്പ്, ഒരു ചാമ്പ്യൻസ് ലീഗ്, ഒരു ജെ ലീഗ് വേൾഡ് ചലഞ്ച്, തുടർച്ചയായ 4 പ്രീമിയർ ലീഗ് കിരീടങ്ങൾ, 2 FA കപ്പ് എന്നിവയിലും നിർണായക സ്വാധീനം ചെലുത്തി. മാഞ്ചസ്റ്റർ സിറ്റിയെ അൺബീറ്റബിൾ ആക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച റോഡ്രിയെക്കുറിച്ച് പെപ്പ് കഴിഞ്ഞ കൊല്ലം പറഞ്ഞ വാക്കുകൾ 2026 വേൾഡ് കപ്പ് റോഡ്രിയുടെ ഏറ്റവും ബെസ്റ്റ് വെർഷന് സാക്ഷ്യം വഹിക്കും എന്നായിരുന്നു. അന്ന് ആ അഭിപ്രായം പുച്ഛിച്ചു തള്ളിയ ലോകം പറഞ്ഞത് വിറ്റീഞ്ഞ, ഫെർണാണ്ടസ്, പെഡ്രി, ബെല്ലിംഗാം എന്നിവരൊക്കെ ഉള്ളപ്പോൾ എന്ത് റോഡ്രി എന്നാണ്. അറ്റാക്കർമാർ മാത്രം നേടിയിരുന്ന ബാലൻഡിയോർ സ്വന്തമാക്കിയപ്പോഴും ഒരു ഹോൾഡിംഗ് മിഡ്ഫീൽഡർ പൊസിഷനിലുള്ള ആൾ അത് അർഹിക്കുന്നില്ലെന്നായിരുന്നു ലോകം പറഞ്ഞത്. എന്നാൽ റോഡ്രി ഇല്ലാതിരുന്ന ടൈമിൽ മാഞ്ചസ്റ്റർ സിറ്റി എങ്ങനെയായിരുന്നു എന്നത് വരാനിരിക്കുന്ന ലോകകപ്പ് ടൂർണമെന്റിലെ അദ്ദേഹത്തിന്റെ പെർഫോമൻസിലേക്കുള്ള സൂചനയായിരുന്നു. ഇന്ററിനെതിരെയുള്ള ചാമ്പ്യൻസ് ലീഗ് വിന്നിംഗ് ഗോൾ നേടിയ റോഡ്രി സിറ്റിക്ക് വേണ്ടി ആദ്യ 11-ൽ ഇറങ്ങിയ 74 കളികളിലും അവർ തോൽവി അറിഞ്ഞിട്ടില്ല. ഗോളടി മെഷീൻ ഹാളണ്ടും അസിസ്റ്റന്റ് പ്രിൻസുമാരായ ഡോക്കുവും ചെറുക്കിയും ഉള്ളപ്പോൾ ഇത് വെറും യാദൃച്ഛികം എന്ന് പറയാം. എന്നാൽ സസ്പെൻഷൻ കിട്ടി ബെഞ്ചിലിരുന്നപ്പോഴും പരിക്കുപറ്റി റോഡ്രി സ്ക്വാഡിൽ നിന്ന് പുറത്തായ സമയത്തും സിറ്റിയുടെ പെർഫോമൻസ് അതിദയനീയമായിരുന്നു. തുടർച്ചയായി 4 തവണ ചാമ്പ്യന്മാരായ ടീമിന് കാലിടറിയപ്പോഴാണ് അതുവരെ വിമർശിച്ചിരുന്ന ആളുകൾക്ക് പെപ്പ് പറഞ്ഞതിന്റെ പൊരുൾ പിടികിട്ടിയത്. സിറ്റിയിലും സ്പെയിനിലും കളിയുടെ ടെമ്പോ കൺട്രോൾ ചെയ്തിരുന്ന റോഡ്രി ഫ്രാൻസിനെതിരെയുള്ള വേൾഡ് കപ്പ് സെമിയിൽ 11 ഡ്യുവൽസ് ആണ് വിൻ ചെയ്തത്. 2026 വേൾഡ് കപ്പിൽ 155 സക്സസ്ഫുൾ പാസ് പൂർത്തിയാക്കിയതിൽ ഭൂരിഭാഗവും ഫൈനൽ തേർഡിലായിരുന്നു, അതും 92% ആക്യുറസിയിൽ. വൈഡ് ഏരിയയിൽ ഏത് ആംഗിളിലും അറ്റാക്കിംഗ് മൂവ്സ് നടത്താൻ പ്രാവീണ്യമുള്ള ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ ഡ്യുവൽസ് വിൻ ചെയ്ത മെസ്സി പോലും ഫൈനലിൽ ബോൾ കിട്ടാതെ നടന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോഴും മനസ്സിലാക്കാത്ത ഫാൻസാണ് കൂടുതലും. പെപ്പിന്റെ പ്രവചനം അന്വർത്ഥമാക്കും വിധം ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ സ്വർണ്ണക്കപ്പ് ഉയർത്തിയ സ്പെയിനിന്റെ നായകന്റെ പെർഫോമൻസ് കാണുമ്പോൾ ഇപ്പോൾ ലോകം മനസ്സിലാക്കുന്നുണ്ടാകും റോഡ്രിയുടെ ക്ലാസ് എന്താണെന്ന്. ഗോട്ട് ചർച്ചകളിൽ അറ്റാക്കർമാർ മാത്രം നിറഞ്ഞുവന്ന സാഹചര്യമൊക്കെ ഇനിയെങ്കിലും മാറുമോ എന്ന് കണ്ടറിയാം. ഫുട്ബോൾ സ്ട്രൈക്കർമാരുടെ മാത്രമല്ല, മിഡ്ഫീൽഡും ഡിഫൻസും ഗോൾ കീപ്പിംഗും കൂടി ചേർന്നതാണ് എന്ന് ലോകം മറക്കുന്നിടത്താണ് റോഡ്രിയുടെയും മോഡ്രിച്ചിന്റെയും ലെവ് യാഷിന്റെയും ബെക്കൻബോവറിന്റെയും ഒക്കെ പ്രസക്തി.